ഇനി റിപ്പോർട്ടറിന്റെ ഒരു ഇമ്പാക്ട് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. റിപ്പോർട്ടർ ഇമ്പാക്ട്. MT വാസുദേവൻ നായരുടെ ദുഃഖാചരണത്തിനിടെ മൃഗസംരക്ഷണ വകുപ്പ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചതിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് മന്ത്രി. വകുപ്പ് ഡയറക്ടറിന്റെ ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടറോടാണ് മന്ത്രി ജെ ചിഞ്ചുറാണി റിപ്പോർട്ട് തേടിയത്. അഡീഷണൽ ഡയറക്ടർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. MDയുടെ വിയോഗത്തിൽ സർക്കാർ പരിപാടികൾ മാറ്റാനുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ലംഘിച്ചായിരുന്നു മൃഗസംരക്ഷണ വകുപ്പിന്റെ പരിപാടി. തിരുവനന്തപുരത്തെ ഫാം തൊഴിലാളികൾക്കാണ് പേരൂർക്കടയിൽ പരിശീലനം സംഘടിപ്പിച്ചത്. റിനു സീത ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റിനു സീത, റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണോ ഇപ്പോൾ മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഒരു അച്ചടക്ക ലംഘനം അതിലുണ്ട് അല്ലേ റിനു സീത? തീർച്ചയായും അരുൺകുമാർ, കാരണം നമ്മളാണ് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതായത് മുഖ്യമന്ത്രി നേരിട്ടാണ് 2 ദിവസത്തെ ദുഃഖാചരണം MT വാസുദേവൻ നായരുടെ വിയോഗത്തെ തുടർന്ന് പ്രഖ്യാപിച്ചത്. സർക്കാർ സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതില്ല, പൊതുപരിപാടികളടക്കം മന്ത്രിസഭാ യോഗം അടക്കം അദാലത്തുകളടക്കം മാറ്റിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ സമയത്താണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം പങ്കെടുത്തുകൊണ്ട് പേരൂർക്കടയിൽ ട്രെയിനിങ് പരിശീലന ക്യാമ്പ്, അതായത് ജില്ലയിലെ ഫാം തൊഴിലാളികൾക്ക് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. നിലവിളക്ക് കൊളുത്തി, നിലവിളക്ക് വെച്ച് അതുപോലെ തന്നെ ഹാരമർപ്പിച്ച് വലിയ ഉദ്ഘാടന പരിപാടിയോടുകൂടിയാണ് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പരിശീലനം പരിപാടി സംഘടിപ്പിച്ചത്. ഈ ഡയറക്ടറുടെ, അതായത് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറുടെ ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടർ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളത്. അതായത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് മൃഗസംരക്ഷണ വകുപ്പ് ഇത്തരം ഒരു പരിപാടി എടുത്തത്. പക്ഷേ ഇതിലാണിപ്പോൾ ആ ഒരു റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറോട് അടിയന്തരമായി തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിനു, മൃഗസംരക്ഷണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിക്ക് എന്ത് MD, എന്ത് കൂടല്ലൂർ, എന്ത് കാലം, എന്ത് നാലുകെട്ട് അല്ലേ? എന്തായാലും ദുഃഖാചരണം നടക്കുന്ന സമയത്ത് തന്നെ പരിശീലന പരിപാടി നടത്തണമെന്ന് അഡീഷണൽ ഡയറക്ടർക്ക് ധൃതിയായിരുന്നു. ആ ധൃതിയാണ് ഇനിയിപ്പോൾ മറുപടിയായിട്ട് വരേണ്ടത്.